ഇതാണ് ഒലുവ്. ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. ഒരു അതിർത്തി, മതം എന്ന് പറഞ്ഞാൽ മിതമാണ്. മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISMൽ വന്നാല് പിന്നെ ഈ കൊച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങേറാണത്, എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. നിരാണ്ട മേപ്പറോട് കയറ്റിയിട്ട് 3/4 എന്താ പറയല്, ആ നിലക്ക് അവിടെയാണ് കുറിച്ച് നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ ഈ ഉലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരോട് പറഞ്ഞ് പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരിയാണ്ട് എടുത്തിട്ട് നെരിയാണിന്റെ അവിടെ നിർത്തിയാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്. അവരെ നന്നാക്കുകയില്ല, അവരെ നോക്കുകയില്ല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അങ്ങനെ 3 കൂട്ടം വർഗക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ മുസ്ബിലു ഔ കമാ ഖാല റസൂലുള്ളാഹ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസിലെ ഒരു വിഷയമാണിത്. ഒരുപാട് ഹദീസുകളുണ്ട്, അതെല്ലാം കൂടി വന്ന ഒരു വിഷയമാണ്. മുസ്ബിലു, ഞെരിയാണിയുടെ താഴെ തുണി അല്ലെങ്കിൽ പാന്റ് അല്ലെങ്കിൽ നീളക്കുപ്പായോ പുരുഷന്മാർ താഴ്ത്തിയിടുക. ഇത് അള്ളാഹുവിന് വളരെ കഠിനമായ വെറുപ്പാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചിരിക്കുന്നു. പുരുഷന്മാര് ഞെരിയാണിയുടെ താഴെ പാന്റോ നീളക്കുപ്പായമോ തുണിയോ താഴ്ത്തിയിടൽ. പെണ്ണുങ്ങളോ അത് നേരെ മറിച്ചുവാണ്. ഇതിനെപ്പറ്റി ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നു, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത മുസ്ബിലിൻ, ഞെരിയാണിയുടെ താഴെ വസ്ത്രം താഴ്ത്തിയിട്ടവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആളുകൾക്ക് ഇതിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞെരിയാണിന്റെ അല്പം താഴെ പാന്റ് ഒന്ന് ഇറക്കിയിട്ടെങ്കിലല്ലാതെ റാഹത്താകുന്നില്ല. നീളക്കുപ്പായും ഞെരിയാണിന്റെ താഴെ ആയെങ്കിലല്ലാതെ തൃപ്തിയാകുന്നില്ല. തുണി കൊടുക്കുന്നത് അങ്ങനെ തന്നെ. ഇതെന്താണ് ഇതിന്റെ രഹസ്യം? കാലിൽ വെള്ളപ്പാട്ടുണ്ടോ ആളുകൾ കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴ്ത്തിയിടാൻ? അതൊന്നുമില്ലല്ലോ. പിന്നെ എന്താണെന്ന് എത്ര ആലോചിച്ചാലും ഒരൊറ്റ സംഗതിയെ കിട്ടുന്നുള്ളൂ. ഞാൻ അത്ര ഒരു മഹാപഴഞ്ചനാണെന്ന് ആരും വിചാരിക്കണ്ട, മതഭ്രാന്തനാണെന്ന് ആരും വിചാരിക്കണ്ട, ഞാൻ ഒരു പരിഷ്കരിച്ച ആളാകുന്നു. ചോദിച്ചാലും ഒരൊറ്റ സംഗതിയെ കിട്ടുന്നുള്ളൂ. ഞാൻ അത്ര ഒരു മഹാപഴഞ്ചനാണെന്ന് ആരും വിചാരിക്കണ്ട, മതഭ്രാന്തനാണെന്ന് ആരും വിചാരിക്കണ്ട, ഞാൻ ഒരു പരിഷ്കരിച്ച ആളാകുന്നു. നോയിക്കോളിയും കൂട്ടരെ കിട്ടുന്നുള്ളൂ. ഞാൻ അത്ര ഒരു മഹാപഴഞ്ചനാണെന്ന് ആരും വിചാരിക്കണ്ട, മതഭ്രാന്തനാണെന്ന് ആരും വിചാരിക്കണ്ട, ഞാൻ ഒരു പരിഷ്കരിച്ച ആളാകുന്നു. നോയിക്കോളിയും കൂട്ടരെ, ഇത് കണ്ടില്ലേ എന്റെ തുണി താഴ്ത്തിയിട്ടിരിക്കുന്നു. ഈ ഒരു ദുരഭിമാനമല്ലാതെ വേറെന്താ ഉള്ളത്? താഴ്ത്തിയിട്ടിരിക്കുന്നു. ഈ ഒരു ദുരഭിമാനമല്ലാതെ വേറെന്താ ഉള്ളത്?